ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും അതുപോലെ കാപ്പിലറി റൈസിൻ്റെ ഒരു എക്സ്പ്രഷനുമാണ്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഈ ഒരു ഇതോട് കൂടിയിട്ട് നമ്മുടെ 10th ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അങ്ങനെ എന്തെങ്കിലും എടുക്കാത്ത പോർഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ഹസീവ് ഫോഴ്സ്, കൊഹസീവ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് ആൻഡ് കൊഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ, കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരുപോലെ ഇരിക്കുന്ന മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ ഒരു ഇതെടുത്തിട്ട് ആകുമ്പോൾ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പരന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താ? ഈ വാട്ടറും തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സ്, ആ കൊഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണ് വാട്ടറും ഇവിടെ ഗ്ലാസും തമ്മിലുള്ള ആരെന്ന് പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെന്ന് പറയാം. വാട്ടറും തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണ് അഡ്ഹസീവ് ഫോഴ്സ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മൾ മെർക്കുറിയാണ് ഒഴിച്ചതെന്ന് വിചാരിക്കുക. മെർക്കുറിയാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും അത് മാറുക. മെർക്കുറിയുടെ ഒരു ഡ്രോപ്പാണ് നമ്മൾ ഗ്ലാസ്സും ഒഴിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെർക്കുറിയുടെ അഡ്ഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണ് അവിടുത്തെ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെർക്കുറിയുടെ ഡ്രോപ്പുകൾ, മെർക്കുറിയും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള അട്രാക്ഷനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ളതിലേക്ക്. അപ്പോൾ ഇത് പറയാൻ കാരണം, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് നോക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ഡ്രോൺ ടു ദ ലിക്വിഡ് മെനിസ്കസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആൻഡ് ദ സോളിഡ് പാർട്ട് ഇൻസൈഡ് ദ ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ടെസ്റ്റ് ട്യൂബ് എന്തെങ്കിലും ആയിക്കോട്ടെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഈ ഗ്ലാസും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് ഫോഴ്സ് ഇവിടെ നിന്ന് വലിച്ച് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു താഴ്ന്ന പോലെയായിട്ടുള്ള രീതിയിൽ ഷേപ്പ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി മെർക്കുറിനെയാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ചതെന്ന് വിചാരിക്കുക. മെർക്കുറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കും ഉണ്ടാകും. കാരണം എന്താ? മെർക്കുറിയുടെ ഉള്ളിലേക്കാണ് മെർക്കുറിയും തമ്മിലുള്ള അട്രാക്ഷനാണ് അവിടെ കൂടുതൽ, അതിൻ്റെ ഉള്ളിലത്തെ മോളിക്യൂൾസ് തമ്മിൽ. ഈ ഗ്ലാസുമായിട്ട് അത് അത്രയധികം അട്രാക്ഷൻ കാണിക്കില്ല, കുറവായിരിക്കും, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇനി എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് നോക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ഡ്രോൺ ടു ദ ലിക്വിഡ് മെനിസ്കസ്. ഇതാണ് നമ്മുടെ ലിക്വിഡ് മെനിസ്കസ്. ഈ ലിക്വിഡ് മെനിസ്കസും എന്ന് ഡ്രോൺ ചെയ്തിട്ടുള്ള ഒരു ടാൻജൻറ്റ്, ആ ടാൻജൻറ്റും അതുപോലെ തന്നെ സോളിഡ് പാർട്ടുമായിട്ട്, സോളിഡ് പാർട്ട് ഏതാണോ വരുന്നത് ആ ടാൻജൻറ്റിൻ്റെ സോളിഡ് പാർട്ടുമായിട്ട് വരുന്ന മെനിസ്കസും സോളിഡ് പാർട്ടും ആ ഭാഗത്ത് വരുന്നതായിട്ടുള്ള അതായത് നോക്കാം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഇവിടെ നിന്നാണ് ഞാനൊരു ടാൻജൻറ്റ് വരച്ചു. ഇതെങ്ങനെയല്ല ടാൻജൻറ്റ് വരാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ നിന്ന് ടാൻജൻറ്റ് നമ്മളെങ്ങനെ വരയ്ക്കാം? ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാൻജൻറ്റും പിന്നെ ആരും തമ്മിലുള്ളതാണ്, ആ ടാൻജൻറ്റും ലിക്വിഡ് മെനിസ്കസിൽ വരയ്ക്കുന്ന ടാൻജൻറ്റും ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ആൻഡ് ദ സോളിഡ് പാർട്ട് ഇൻസൈഡ് ദ ലിക്വിഡ്. നോക്കിയേ, ഈ ടാൻജൻ്റാണ് നമ്മുടെ മെയിൻ ആൾ. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ നമ്മുടെ ഈ ഭാഗത്തല്ലേ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് വരുന്നത്. ഇതും ഈ ടാൻജൻറ്റിൻ്റെ ഏത് ഭാഗത്താണോ, ഇപ്പോൾ ഇവിടെയും ഒരു ആംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ,
ഇവിടെ നമുക്കൊരു ആംഗിൾ വരയ്ക്കാൻ പറ്റും, ഇവിടെ നമുക്കൊരു ആംഗിൾ വരയ്ക്കാൻ പറ്റും. ഇതിൽ ഏതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നുള്ളത്? എന്താ പറഞ്ഞിരിക്കുന്നത്? സോളിഡ് പാർട്ട് ഇൻസൈഡ് ദ ലിക്വിഡ്, ലിക്വിഡിൻ്റെ സൈഡിലേക്ക് വരുന്നത്. അതായത് ടാൻജൻറ്റിൻ്റെ എങ്ങോട്ടാണോ, എവിടെയാണോ ലിക്വിഡ് പാർട്ടുള്ളത്. ഇപ്പുറത്ത് നോക്കിയാൽ ലിക്വിഡിൻ്റെ പാർട്ട് ഉണ്ടോ? ഇല്ല. ഈ ഭാഗത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇപ്പുറത്ത് ലിക്വിഡ് പാർട്ടില്ല, ഇതിൻ്റെ ഇൻസൈഡാണ്. അപ്പോൾ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു പോർഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പോർഷൻ തന്നു, ഇവിടെയുള്ള ഇതിൻ്റെ ടാൻജൻറ്റ് എങ്ങോട്ടാണോ നമ്മൾ വരയ്ക്കുന്നത്, ആ ടാൻജൻറ്റിൻ്റെ സോളിഡ് പാർട്ട് എങ്ങോട്ടാണ് ഉള്ളിലേക്ക് ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോന്നുണ്ടെങ്കിൽ ആ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻജൻറ്റിൻ്റെയും അതുപോലെ ലിക്വിഡ് മെനിസ്കസിൻ്റെ എവിടേക്കാണോ ലിക്വിഡിൻ്റെ പോർഷൻ വരുന്നത് അതുമായിട്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള ആംഗിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് നമുക്ക് എന്താണ് കാപ്പിലറി റൈസ് എന്ന് നോക്കാം. അപ്പോൾ കാപ്പിലറി ട്യൂബ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എ ട്യൂബ് ഓഫ് വെരി ഫൈൻ കോർ ഈസ് കോൾഡ് കാപ്പിലറി ട്യൂബ്. വളരെ ചെറിയ നേർത്ത സുഷിരം അല്ലെങ്കിൽ നേർത്തൊരു ഹോള് മാത്രമുള്ള ട്യൂബിന്, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാപ്പിലറി ട്യൂബ് എന്ന് വിളിക്കും. പിന്നെ കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്പ്ഡ് ഇൻ എ ലിക്വിഡ്. ഒരു കാപ്പിലറി ട്യൂബിനെ നമ്മൾ ലിക്വിഡിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഇമ്മീഡിയറ്റ്ലി റൈസ് ഇൻ ദ ട്യൂബ്. അത് എന്ത് ചെയ്യും? ലിക്വിഡ് അതിലേക്ക് പെട്ടെന്ന് തന്നെ കയറുന്നതായിട്ട് കാണും. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് കാപ്പിലറി റൈസ്. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കാപ്പിലറി റൈസ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഫൈൻ ഡെഫിനേഷനായിട്ട് എന്തെന്ന് പറയാം? ദ ആക്സെൻറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ട്യൂബ്സ് ഓഫ് വെരി സ്മോൾ ബോർ റേഡിയസ് ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ട് ചെറിയ ട്യൂബിലൂടെ ലിക്വിഡ് മുകളിലേക്ക് പൊന്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? കാപ്പിലറി റൈസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡെഫിനേഷൻ, ഒന്നെങ്കിൽ ഇത് പഠിക്കാം അല്ലെങ്കിൽ ഇത് പഠിക്കാം, ഏത് ഡെഫിനേഷൻ പഠിച്ചാലും ഓക്കെയാണ്. അപ്പോൾ കാപ്പിലറി റൈസ് എന്ന്. ഇനി നമുക്ക് ഈ കാപ്പിലറി റൈസ് എന്താണ്, എങ്ങനെയാണ് ഇത് കയറുമ്പോൾ എത്ര ഹൈറ്റ് വരെ കയറും, എന്താണ് കാര്യം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. ഇത് കണ്ടുപിടിക്കാൻ രണ്ട് തരത്തിലുള്ള എക്സ്പ്രഷൻസ്, അതായത് രണ്ട് ടൈപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് സർഫസ് ടെൻഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, മറ്റൊന്ന് പ്രഷർ ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സർഫസ് ടെൻഷൻ്റെയാണ്. മെജോറിറ്റി അല്ലെങ്കിൽ ഒരു എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഏത് ചെയ്താലും എക്സാമിന് ഉത്തരം ഏത് എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മറ്റേത് വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ് നോക്കാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതൊരു കാപ്പിലറി ട്യൂബാണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് മാഗ്നിഫൈഡ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ശരിക്കും ആക്ച്വലി എന്താണ്? തിന്നായിട്ടുള്ള വളരെ ചെറിയ ഒരു ട്യൂബായിരിക്കും ഇത്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാട്ടർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ലെവല്. മെനിസ്കസ്, വാട്ടർ മെനിസ്കസ് ഇതുപോലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഒരു എച്ച് ഹൈറ്റ് വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വാട്ടർ മെനിസ്കസിൻ്റെ ഈ വരുന്ന പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും അവിടെ നിന്ന് എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയുള്ള മോളിക്യൂൾസ്, ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സിൻ്റെ ഒരു ടാൻജൻ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? അല്ലേ? കാരണം എന്താ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ അലോങ് ദ ടാൻജൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ആക്ട് ചെയ്യുക? ആ ഒരു സർഫസിൻ്റെ ടാൻജൻ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റിൽ, ഈ ഒരു ലിക്വിഡിൻ്റെ ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സർഫസിന് ടാൻജൻ്റായിട്ട് ഈ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിന് നമുക്ക് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ ടാൻജൻറ്റിൽ കൂടെ ആക്ട് ചെയ്യുന്നത് സർഫസ് ടെൻഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഈ പോയിൻറ്റും ടാൻജൻറ്റ് എവിടേക്ക് വരുന്നത്? ലിക്വിഡ് പാർട്ടിലേക്ക് വരുന്ന ഭാഗവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് വിളിച്ചു. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാർക്ക് ചെയ്തു. ഇത് തീറ്റയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും തീറ്റയായിരിക്കും. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങനെ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പൊന്തി വരും. ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പൊന്തും. ഇത് പൊന്തി 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 എന്ത് ചെയ്യും? ഒരു അപ്വേർഡ് അല്ലേ? ഈ പുള്ളിങ് നടക്കാനുള്ള കാരണം എന്താ? ഇങ്ങനെ പൊന്താനുള്ള റീസൺ നമുക്കറിയാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ഹസീവ് കൊഹസീവ് ഫോഴ്സുകളൊക്കെ കാരണം അല്ലേ? ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഈ ട്യൂബിൻ്റെ, നാരോ ട്യൂബിൻ്റെ ഈ പില്ലേഴ്സ് ഈ വാട്ടർ മോളിക്യൂളിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അവരെ പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്വേർഡ് പുള്ള്
ആ അപ്വേർഡ് പുള്ള് ഉണ്ടാവാൻ അല്ലെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഇത് പോവുള്ളൂ, അല്ലാണ്ട് ഇതിങ്ങനെ പൊന്തി 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 എന്നുള്ള രീതിയിൽ നിൽക്കല്ല, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഇത് പോകണം. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എച്ച് ഹൈറ്റ് വരെ ഇത് പൊന്തി. അപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഓൾറെഡി എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഒരു അപ്വേർഡ് പുള്ളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആകുന്ന ഭാഗത്താണ് എന്ത്, ഈ ഒരു എച്ച് ഹൈറ്റിൽ ഇത് അക്വയർ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ടെന്ന് പറഞ്ഞു, ഈ ഒരു അപ്വേർഡ് പുള്ള് കാരണമാണ് ഇത് മുകളിലേക്ക് പൊന്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ അപ്വേർഡ് പുള്ളും ഇതൊക്കെ നമുക്കിത് ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന കാരണം നമുക്ക് അപ്വേർഡ് പുള്ളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് കമ്പോണൻറ്റ് വൈസ് ആക്കിയിട്ട് മാറ്റി. ഇതാ ഈ സർഫസ് ടെൻഷൻ്റെ ഇതിനെ കമ്പോണൻറ്റുകളായിട്ട് മാറ്റി. ഇതിനെ നമുക്ക് എസ് കോസ് തീറ്റ എന്ന് വിളിക്കാം, ഇതിനെ എസ് സൈൻ തീറ്റ എന്ന് വിളിക്കും. ഓക്കെ, എസ് സൈൻ തീറ്റ ആൻഡ് എസ് കോസ് തീറ്റ. ഇപ്പോൾ നമുക്ക് പറയാം ഈ കോസ് കമ്പോണൻ്റ് ആണ് അപ്വേർഡ് പുള്ള് ഉണ്ടാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ കമ്പോണൻ്റ് അല്ലേ, സർഫസ് ടെൻഷൻ്റെ ഈ ഫോഴ്സിൻ്റെ ഈ കമ്പോണൻ്റാണ് എന്തുണ്ടാക്കുന്നത്, അപ്വേർഡ് പുള്ള് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സ് എഫ് യു കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ സർഫസ് ടെൻഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോഴ്സ് ബൈ ലെങ്ത് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ ഫോഴ്സ്, കാരണം നമ്മൾ ഇൻ ടേംസ് ഓഫ് സർഫസ് ടെൻഷനാണ് ഇത് പറയുന്നത്, ഇത് സർഫസ് ടെൻഷൻ്റെ ടേമിൽ പറയുന്നതുകൊണ്ട് നമുക്ക് എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാം, എസ് ഇസ് ഈക്വൽ ടു എഫ് ബൈ, ഇവിടെ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ എന്ന് എഴുതാൻ പറ്റും. സർഫസ് ടെൻഷൻ ഇൻറ്റു എൽ. ഇവിടെ സർഫസ് ടെൻഷൻ്റെ ഈ എസ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റാണ് ഈ ഒരു അപ്വേർഡ് പുള്ള് അല്ലേ കാരണമാവുന്നത്. അപ്പോൾ എസ് കോസ് തീറ്റയാണ് അപ്വേർഡ് പുള്ളിന് കാരണമാകുന്നത്. ഇനി ഇവിടെ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യണത്? എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു പോയിൻ്റ്, യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്നതായിട്ടുള്ള സർഫസ് ടെൻഷനാണ്. നമുക്ക് ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു സർക്കുലാർ ഷേപ്പ്, ഒരു സർക്കിളിൻ്റെ ഒരു സർക്കംഫറൻസ് പോലെയുണ്ട്. അപ്പം അങ്ങനെ അത്രയും മൊത്തം ലെങ്ത്ത് അവിടെ ഉണ്ട്. ഇതുപോലെ ഒരു പോർഷൻ ഉണ്ട്, അതിൽ ഈ ഒരു പോർഷനിൽ മാത്രമുള്ളതാണ് എസ് കോസ് തീറ്റ അല്ലെങ്കിൽ യൂണിറ്റ് പോർഷനിലുള്ളത്. ഇനി എസ് ഇൻറ്റു എൽ എന്ന് പറയുന്നത്, ഈ എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്താണ്, 2πr ആണ്, ആണല്ലോ. അപ്പോൾ ഈ എൽ എന്താണ്, 2πr ആണ്. അപ്പോൾ ഈ എല്ലിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും, 2πr എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഫ് യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും, എസ് കോസ് തീറ്റ ഇൻറ്റു 2πr എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി ഞാൻ പറഞ്ഞു ഈ മുകളിലേക്കുള്ള അപ്വേർഡ് പുള്ളും താഴേക്കുള്ള ഈ ഫോഴ്സും ഇത് രണ്ടും ഈക്വലായി കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം കൂടുതലാണെങ്കിൽ ഇത് മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കും ഇല്ലേ. അപ്പോൾ എന്തുണ്ട്, ഡൗൺവേർഡ് പുള്ളെന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ, എം ജി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ആണ്. ഇനി മാസിൻ്റെ ടേം എവിടെയൊക്കെ കാണുന്നു അവിടെ നമ്മൾ എങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിരുന്നു, ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആൻഡ് വോളിയം ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാസിന് നമ്മൾ ഡെൻസിറ്റിയുടെയും വോളിയത്തിൻ്റെ ടേമിലേക്ക് എഴുതി, ജീന് അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ വോളിയം എന്ന് പറയുന്നത്, ഇവിടുത്തെ വോളിയം നമുക്കറിയാം ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൻ്റെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ്, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് ഹൈറ്റ് ഉണ്ട്. വോളിയം എന്തായിരിക്കും വരിക, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താ, πr² ആണ് ഇൻറ്റു എച്ച് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ റോ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് πr² h ഇൻറ്റു ജി എന്നുള്ളത് കിട്ടി. നമ്മളെന്താ പറഞ്ഞത്, ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മുകളിലേക്കുള്ള അപ്വേർഡ് പുള്ളും അതുപോലെ ഈ ഡൗൺവേർഡ് പുള്ളും ഈക്വലായിട്ട് വരണം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നതും ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നത് ഇവരെ രണ്ടുപേരും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, എഫ് യുനെയും എഫ് ഡിനെയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എസ് കോസ് തീറ്റ ഇൻറ്റു 2πr ഈക്വൽ ടു റോ πr² അല്ലേ. എഫ് യുന് പകരം എന്ത് എഴുതി, എഫ് ഡിക്ക് പകരം റോ πr² ഇൻറ്റു എച്ച് ജി എന്ന് എഴുതാം. ഓക്കെ, ഇതിലിനി കോമൺ ആയിട്ട് വരുന്ന ടേമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആറ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഒരു r² വരുന്നുണ്ട്, ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു പൈ വരുന്നുണ്ട്, ഇവിടെയും ഒരു പൈ വരുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എത്രത്തോളം റൈസ് ഉണ്ടായി അല്ലെങ്കിൽ ഈ ഹൈറ്റ് എന്തായിരുന്നു എന്നാണ് കാണേണ്ടത്, ക്യാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ.
സോ എച്ച് അവിടെ ഉണ്ട്. ഈ എച്ചിന് അവിടെ തന്നെ നിർത്തി, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, അവിടെ തന്നെ നിർത്തി കേട്ടോ. എച്ചിനെ അവിടെ നിർത്തി. ബാക്കി ഈ സൈഡിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എസ് കോസ് തീറ്റ, 2 കൂടെ ഉണ്ട്. അപ്പോൾ 2s കോസ് തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് എച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റോയും ജി ആയിരുന്നു. ഇതിവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ താഴേക്ക് പോവും, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു ചെയ്യുന്ന ആൾക്കാർ താഴേക്ക് ഡിവിഷനായിട്ട് പോവും, റോ ജി എന്നുള്ളത്. സോ കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, എച്ച് ഇസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ഇൻറ്റു റോ ജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തിനുള്ളത്, കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, പ്രഷർ ഡിഫറൻസ് വെച്ചിട്ടുള്ളൊരു എക്സ്പ്രഷനും കൂടി ഉണ്ട്. അപ്പോൾ എളുപ്പമാണ്, ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു.